ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളം നമ്മുടെ നെറ്റിത്തടത്തിൽ വരച്ച് ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 139 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സ്നേഹപിതാവായ ഈശോയെ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ പേരും രൂപവും ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയ പൊന്നുതമ്പുരാനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായത് ഈശോ ഉദ്ധിതനായി എന്ന് ആണ്. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, സഹനങ്ങളെ ഒക്കെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെ തന്റെ ഉള്ളം കൈയില് പൊന്നുപോലെ കാത്തുപരിപാലിച്ച സ്വർഗീയ അപ്പന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കരുതലിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഈശോയെ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല, എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല. അങ്ങയുടെ അനന്തമായ സ്നേഹം, കരുണ, അങ്ങേക്ക് ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയാണുള്ളത്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് യാതൊരു അർഹതയുമില്ല. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു, തന്റെ ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ചു. ഈശോയെ, നാളിതുവരെ ഞങ്ങളെ കരുതിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ നാളിതുവരെ ഞങ്ങളെ കൈപിടിച്ചു നടത്തിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്,
എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ സ്നേഹമാണ് എന്നെ താങ്ങി നിർത്തിയത്. എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എന്റെ കർത്താവ് എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈശോയെ, അവിടുത്തെ സ്നേഹത്തിന്റെ മുമ്പില് ഞങ്ങള് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയെ ഓർത്തുകൊണ്ട് ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, ഞങ്ങളുടെ സാമ്പത്തിക മേഖല, തൊഴിൽ മേഖലയൊക്കെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെ ഓർത്തുകൊണ്ട്, രോഗപീഠകളെ ഓർത്തുകൊണ്ട്, സാമ്പത്തിക കടബാധ്യതയെ ഓർത്തുകൊണ്ട് ഈശോയെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, സകല സ്വർഗീയ ദൂതഗണങ്ങളോടും ചേർന്നുകൊണ്ട്, സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ കാത്തു പരിപാലിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പില് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ, വലിയ സ്നേഹത്തിന് കരുതലിന് നന്ദി പറയുന്നു. അപ്പാ, എന്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. മകനെ, മകളെ, നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കും. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ്. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എന്റെ അചഞ്ചലമായ സ്നേഹം, യാതൊരു ഉപാധിയുമില്ലാത്ത സ്നേഹം നിന്നെ പിരികയില്ല എന്ന് പറഞ്ഞ ഈശോയെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എന്നെ അറിയുന്ന, എന്റെ വേദനകൾ അറിയുന്ന, എന്റെ അലച്ചിലുകളും കണ്ണീരും അറിയുന്ന ആ സ്വർഗീയ പിതാവിന്റെ ആണ് നമ്മ ആയിരിക്കുന്നത്. ആ ഉറച്ച ബോധ്യത്തോടെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്വർഗം തുറക്കുന്ന നിമിഷമാണ്. 2 അതിലധികമോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കുന്നത് വാഗ്ദാനം ചെയ്ത യേശുവിന്റെ ആ വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്റെ ജീവിതാവസ്ഥകളിലേക്ക്, നീറുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും സ്വർഗം തുറന്ന് ആകാശം ചായിച്ചിറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ,
ഞാൻ കരഞ്ഞിടുമ്പോ എൻ്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എന്റെ അഭയശിലയും വിമോചനവുമായ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. നമുക്കൊക്കെ അറിയാം, നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. എന്നാലും നമ്മെ ശക്തിപ്പെടുത്തുന്നത്, പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ കാത്തുകൊള്ളുന്നത് നിത്യ സഹായകനായ പരിശുദ്ധാത്മാവാണ്. സകല തഴക്ക ദോഷങ്ങളിൽ നിന്നും ബന്ധനാവസ്ഥകളിൽ നിന്നും പാപത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സ്വർഗം വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക്, തർക്കദോഷങ്ങളിലേക്കൊക്കെ അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം കത്തിച്ച് ചാമ്പലാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ തിളങ്ങുന്ന മുത്തുപോലെ ആക്കണമേ. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് ശ്രീഹന്മാര് സിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേക ശക്തി ഇറങ്ങിയതുപോലെ നമ്മള് ഈ സമൂഹത്തില് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും സമരിയായിലും യൂദയ മുഴുവനിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വാഗ്ദാന പ്രകാരം ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കൂട്ടായ്മയില് മേല്, ഞങ്ങളുടെ ഭവനത്തിന്മേല് അയക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരില് പരിശുദ്ധാത്മാവിനെ ഭക്ഷിച്ചതുപോലെ ഞങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവപിതാവിന്റെ മഹത്വത്തിനായി ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 10:10 ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഈശോയെ, ഞങ്ങളുടെ മുള്ളുപോലെയുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും സ്വർഗത്തിന്റെ അഗ്നി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ. പാപത്തിലും പ്രലോഭനങ്ങളിലും പാപസാഗരം വീഴാതെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ചേർന്ന് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു
പരിശുദ്ധാത്മാവേ ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ ഏലീശായിക്കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ ഏലീശായിക്കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയോ പരിശുദ്ധാത്മാവേ 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനത്തിനെ എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങളാണ്. ഞാനത് വായിക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. വാസ്തവത്തിൽ ഈ വാക്യം കേൾക്കാൻ അധികം താല്പര്യമില്ലാത്തൊരു വാക്യമാണത്, അല്ലേ? പലപ്പോഴും എന്നോട് പരാതി പറയാറുണ്ട്. നമ്മുടെയൊക്കെ പരാതി തന്നെയാണ്, എൻ്റെ എല്ലാവരുടെയും പരാതിയാണ് ഇതൊക്കെ. അതായത് ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. വളരെയേറെ പ്രാർത്ഥിച്ചിട്ടും കൊന്തകൾ എത്തിച്ചിട്ടും ഒന്നും ആരും ഇപ്പം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന പരാതി നമുക്കൊക്കെ ഉണ്ട്. എന്താ ദൈവത്തിന് ചെവിയില്ലേ, കണ്ണില്ലേ? ഞാൻ എത്രമാത്രം കൊന്തകൾ എത്തിച്ചു, ഞാൻ എത്രമാത്രം ഉപവാസങ്ങൾ എടുത്തു, എത്രയോ തീർത്ഥയാത്രകൾ ഞാൻ നടത്തി. എന്നിട്ട് എന്താ എൻ്റെ യാചനകൾക്ക്, അപേക്ഷകൾക്കൊരു ഉത്തരം ലഭിക്കാത്തത്? പക്ഷേ അങ്ങനെയുള്ള നമ്മൾ ആ ഒരു ചോദ്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഉത്തരമാണ് ദൈവം അല്ലെ യേശു വ്യക്തമായി ഈ മത്തായി 5:23-24 വാക്യങ്ങളിൽ നമ്മോട് പറയുന്നത്. നമുക്ക് ഒരിക്കലും കൂടി കേൾക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. എത്ര വ്യക്തമായിട്ടാണ് യേശുദാസൻ പറയുന്നത്. നിന്റെ മനസ്സിൽ വൈരാഗ്യ ചിന്തകളോ പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നിനക്ക് ദൈവത്തോട് യാചിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ദൈവത്തോട്
ദൈവത്തിൻ്റെ അരികെ നിൽക്കാൻ വരെ നമുക്ക് അർഹതയില്ല. നമ്മുടെ മനസ്സിൽ വല്ല വൈരാഗ്യമോ അങ്ങനെയുള്ള പകയോ വിദ്വേഷമോ നമ്മുടെ സഹോദരനോട് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരൻ നമ്മോട് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, അതാണ് അതിനേക്കാൾ കടുപ്പം. നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ തന്നെ അവകാശമില്ല, അർഹതയില്ല. കാരണം മനസ്സിൽ വൈരാഗ്യ ചിന്തകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരുടെ സ്വാധീന വലയത്തിലാണ്? നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നത് ആരാ? ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല. കാരണം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമാണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ ലേഖനങ്ങളിൽ, നമ്മുടെ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ കാണുന്നുണ്ട്. ദൈവസ്നേഹമാണ്. യേശുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് ആ ഹൃദയമിടിപ്പുകൾ ഒപ്പിയെടുത്ത യോഹന്നാൻ പ്രഖ്യാപിക്കുകയാണ് ദൈവസ്നേഹമാണ്. 1 യോഹന്നാൻ 4:7 ഇപ്രകാരം പറയുന്നു: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തുടർന്ന് പറയുന്നു, അതേ അധ്യായത്തിൽ തന്നെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. എത്ര മനോഹരമായ വാക്കുകളാണ് ദൈവത്തെക്കുറിച്ച്. സ്നേഹം മാത്രമായ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് എങ്ങനെ മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട് നിൽക്കാൻ സാധിക്കും? എന്തെങ്കിലും നമുക്ക് ദൈവത്തെ പ്രതീക്ഷിക്കാമോ അങ്ങനെയെങ്കിൽ? കാരണം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ഗോഡ് ഈസ് ലവ്, അല്ലെങ്കിൽ ലവ് ഈസ് ഗോഡ്, ഗോഡ് ഈസ് ലവ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഹേറ്റ്രഡ്? പക, വിദ്വേഷം, വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ? ദൈവം സ്നേഹമാണെങ്കിൽ, സ്നേഹം ദൈവമാണെങ്കിൽ പകയും വിദ്വേഷവും എന്താ? ഹേറ്റ്രഡ് ഈസ് സാത്താൻ. പകയും വിദ്വേഷവും ഉള്ളവൻ സാത്താന്റെ സ്വാധീന വലയത്തിലാണ്. നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണം, പകയും വിദ്വേഷമുള്ള ഒരുവന്റെ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് സാത്താനാണ്, പിശാചാണ്. ഇതാണ് വാസ്തവം. ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ വീടിന്റെ പ്രത്യേകത, അവിടെ അമ്മായിമ്മയും മരുമകളും എപ്പോഴും വഴക്കാം. വലിയ വഴക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ വഴക്കൊന്നുമല്ല. ആരെങ്കിലും ഒരാൾ തുടങ്ങി വയ്ക്കും, അമ്മായിമ്മ തുടങ്ങി വയ്ക്കും, അല്ലെങ്കിൽ മരുമകൾ തുടങ്ങി വയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുറ്റം പറഞ്ഞ് അവരുടെ വീട്ടുകാരെ, അങ്ങനെയുള്ള ആൾക്കാരെ വരെ എത്തും. ഓരോ കുറ്റങ്ങൾ പറഞ്ഞിട്ട്, ഭർത്താവിൻ്റെ കുറ്റങ്ങൾ, അതുപോലെ മരുമകളുടെ വീട്ടിലെ ആൾക്കാരുടെ കുറ്റങ്ങൾ. ശരിക്കും നമ്മുടെ വെടിക്കെട്ടിൻ്റെ തീ കൊടുത്ത പോലെയാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. ഭയങ്കര ഉച്ചത്തിലുള്ള അട്ടഹാസങ്ങളൊക്കെയാണ്. വഴി പോകുന്നവരൊക്കെ പലപ്പോഴും നോക്കി ചിരിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. ഞാനിത് കേട്ട് എനിക്ക് വളരെ വിഷമമായി. നമ്മൾ വളരെ ആവേശത്തിലാണ് അന്ന്, ആ കാലഘട്ടത്തിലാണ്, കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് വന്ന അവസരത്തിലാണ്. ഞാൻ 2 ആത്മാക്കൾ നേടാലോ എന്ന് കരുതിയിട്ട് അവരെ വീട്ടിലേക്കൊന്ന് കയറി ചെന്നു. നിഷ്കളങ്കമായൊരു ആഗ്രഹമായിരുന്നു. ചെല്ലുമ്പോൾ നല്ല വഴക്ക്, അമ്മായിമ്മയും മരുമകളും കൂടി ഭയങ്കര വഴക്ക്. ചെറിയൊരു ഗ്യാപ്പ് എൻ്റെ കാൽപ്പര്യമായിട്ട് കണ്ടപ്പോൾ 2 പേരും ഒന്ന് വെടിനിർത്തി. ആ വെടിനിർത്തി പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു ഇടവേളയിൽ ഞാൻ മെല്ലെ ഒന്ന് കയറി മരുമകളോട് പറഞ്ഞു, അല്ല പെങ്ങളെ, എന്തിനെങ്ങനെ വഴക്കടിക്കുന്നത്? വെറുതെ തമ്മിൽ വഴക്കടിച്ചത് എന്തിനാ വൈരാഗ്യം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? ഒന്ന് ക്ഷമിച്ചൂടെ? ആ സമയത്ത് ആ മരുമകള് എന്നെ നോക്കിയത് എന്താ പറയാ, ദഹിപ്പിക്കുന്ന നോട്ടം. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റുന്ന ഞാൻ അന്ന് കരുതിയത്. ദഹിച്ചു പോയി. ഞാൻ മിണ്ടിയില്ല. അപ്പുറത്ത് നമ്മുടെ അമ്മായിമ്മ നിൽക്കുന്നുണ്ട്. അമ്മായിമ്മോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഇളമയാണ്, ഒരു ബന്ധത്തിലുള്ളതാണ്. ഞാൻ ചോദിച്ചു, അല്ല ഇളമ, എന്തിനെങ്ങനെ വഴക്കടിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഒന്ന് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒന്ന് ക്ഷമിച്ചുകൂടെ? മരുമകളോട് ഒന്ന് ക്ഷമിച്ചുകൂടെ?
ക്ഷമിച്ചുകൂടെ എന്ന് പറഞ്ഞ വഴിക്ക് പിന്നീട് പൊട്ടിത്തെറിയ അമ്മായിമ്മയിൽ ഉണ്ടായത്. ഞാൻ ഞെട്ടിപ്പോയി. അമ്മായിമ്മ പറഞ്ഞത്, അവളോട് ക്ഷമിച്ചിട്ടുള്ള ഒരു സ്വർഗം എനിക്ക് വേണ്ടടാ. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അവളോട് ക്ഷമിച്ചിട്ടുള്ള ഒരു സ്വർഗം എനിക്ക് വേണ്ടടാന്ന്. ദൈവമേ, ഇങ്ങനെയും ഉണ്ട് മനുഷ്യൻ. സ്വർഗം പോലും വേണ്ടാന്ന്, അത്ര പോലും ഈ വൈരാഗ്യ ചിന്ത എടുത്തു മാറ്റാൻ സാധിക്കില്ല എന്ന്. എത്ര കഷ്ടമാണ് ആ ആത്മാക്കളുടെ കാര്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. സ്വന്തം സഹോദരനെ വെറുക്കുന്ന ഒരു വ്യക്തി പിശാചിന്റെ ഭരണത്തിന് കീഴിലാണെന്ന് പറഞ്ഞത് വെറുതെയല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വചനം വീണ്ടും പറയുന്നു, 1 യോഹന്നാൻ 2:9 പ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 2:9 പ്രകാരം പറയുന്നു: താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുകയില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ കഠോരമാണ് ഈ വൈരാഗ്യ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. ആ ആത്മാവിന്റെ ദുരവസ്ഥ എത്രയോ കഠോരമാണ്. ലൂക്കാ സുവിശേഷകൻ അധ്യായം 8 ഒരു പിശാച് ബാധിതനെ അവതരിപ്പിക്കുന്നുണ്ട്. പിശാച് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ ആ പിശാച് എന്തൊക്കെ കാട്ടിക്കൂട്ടും ആ മനുഷ്യനെ കൊണ്ട്. വസ്ത്രം ധരിക്കാറില്ല എന്നാ പറയുന്നത്. വീട്ടിലല്ല കിടക്കുന്നത്, ശവക്കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നു. ഒരാൾക്കും ആ വഴിക്ക് നടക്കാൻ പറ്റില്ല. അവൻ അലറി വിളിച്ച് അട്ടഹസിച്ച് സ്വയം പരിക്കേൽപ്പിച്ച് മറ്റുള്ളവരെയും പരിക്കേൽപ്പിക്കുന്ന ഒരു വ്യക്തി. പിശാച് ഒരുവനെ പിടികൂടിയാൽ അല്ലെങ്കിൽ പിശാചിന്റെ ഭരണത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന ഗതികേടാണ്. അവന്റെ വ്യക്തിത്വം നശിക്കുന്നു. അവനൊരു മനുഷ്യനല്ലായിത്തീരുന്നു. സ്വബുദ്ധി നശിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ് യേശുവിന് മുന്നിൽ വന്ന് പെട്ടത്. യേശു ചോദിച്ചു, നിങ്ങളെ പേര് ചോദിച്ചപ്പോൾ ലഗ്യോൺ എന്ന് പറഞ്ഞു. ലഗ്യോൺ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആത്മാക്കളാണ്. അതാണ് പറഞ്ഞത്, ഒരു ചെറിയൊരു പഴുത് ഒരു പിശാചിന് കൊടുത്താൽ പിന്നെ എല്ലാ പിശാചുക്കളും നമ്മുടെ മേൽ വരും. ഒന്നല്ല, 12,000 പിശാചുക്കളാണെന്ന് പറയുന്നത്. അതിനുള്ള ഡോർവേ, അതിനുള്ള വാതിൽപ്പടി, കട്ടളപ്പടി വൈരാഗ്യമാണ്. മനസ്സിൽ വൈരാഗ്യം സൂക്ഷിക്കുന്ന മനസ്സിലേക്ക് പിശാചുക്കൾക്ക് കടന്നു കയറാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കരുതെന്ന് പറയുന്നത്. വൈരാഗ്യ ചിന്തകളിൽ നിന്ന് എത്രയും വേഗം മോചനം നേടണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിന് അവസാനം, ഈ ഒരു ഭാഗത്തിൻ്റെ അവസാനം വളരെ വളരെ ടച്ചിങ് ആണത്. ഈ പിശാചുക്കൾ പറഞ്ഞു, ഞങ്ങളെ പാതാളത്തിലേക്ക് പോലും വിടരുന്ന പറഞ്ഞു. ഞങ്ങളെ ആ പന്നികൾ, 12,000 പന്നികളുണ്ടായിരുന്നു അവിടെ, ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ അനുവദിച്ചാൽ മതി. യേശു അതും സമ്മതിച്ചു. പിന്നീട് അവരെങ്ങനെ പോയെന്ന് പറയുന്നുണ്ട്. ഇതിൽ വലിയൊരു പന്നിക്കൂട്ടം കുന്നിൻപുറത്ത് മെയ്യുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പന്നികൾക്ക് എന്ത് പറ്റി? പിശാചുക്കള് ഈ പന്നികളെ ആവേശിച്ചപ്പോൾ പന്നികൾക്ക് പറ്റിയതാണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്. പന്നികൾ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചത്തു. പിശാചുക്കളാണ് തങ്ങളെ ഭരിക്കാൻ ഇനി വരുന്നതെന്ന് ബുദ്ധിയില്ലാത്ത പന്നികൾക്ക് മനസ്സിലായപ്പോൾ
ആ പന്നികൾ, വിശേഷ ബുദ്ധിയില്ലാത്ത പന്നികൾ ഓടിച്ചെന്ന് പാഞ്ഞു ചെന്ന് ആ കിഴക്കാൻ മൂക്കായ ആ മലയിൽ നിന്ന് താഴേക്ക് വെള്ളത്തിൽ വീട് ചത്തു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്തു എന്നർത്ഥം. പന്നികൾ ആത്മാഭിമാനമുള്ളവരായിരുന്നു. കാരണം തങ്ങളെ ഭരിക്കുന്നത് ഈ പിശാചുക്കളാണെന്ന് മനസ്സിലായപ്പോൾ അവരാ ഈ പിശാചുക്കളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും പിശാചുക്കളുടെ ഭരണത്തിലിരിക്കാൻ ഈ പന്നികൾ തയ്യാറായില്ല. വിശേഷബുദ്ധിയില്ലാത്ത പന്നികൾ ഉടനെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യാണ്. ചത്താലും വേണ്ടില്ല, ഈ പിശാചുക്കൾ നമ്മളെ ഭരിക്കണ്ട എന്ന് കരുതിയിട്ട്. ആലോചിച്ച് നോക്കി, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ പിശാചുക്കളുടെ ഭരണം നമ്മ മാറ്റാതെ ഈ ഭരണത്തിന് കീഴിലാകുമ്പോൾ, പിശാചിന്റെ സ്വാധീന വലയത്തിലാകുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ സങ്കടമാണ് നമ്മുടെ ഈ അവസ്ഥ. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ആ വാക്യം, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നതിൻ്റെ ആ ഉത്തരം ലഭിക്കുന്നത് ഇപ്പോഴാണ്. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ വീണ്ടും ഒന്ന് ആവർത്തിക്കാം. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല? ഒന്ന് ആത്മശോധന ചെയ്യുക. എന്തുകൊണ്ട് എൻ്റെ യാചനകൾ ദൈവം കേൾക്കുന്നില്ല? ഒന്ന് ആത്മശോധന ചെയ്ത് ഈ വാക്യം ഇടയ്ക്ക് ഒന്ന് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ആ വചനം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഈ ഒരു വാക്യം കൂടി കേൾക്കുന്നത് നല്ലതാണ്. 1 യോഹന്നാൻ 3:14 സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി പിതാവിന്റെയും
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സങ്കീർത്തനം 118:24 ഇങ്ങനെ പറയുന്നു: കർത്താവ് ഒരുക്കിയ ദിവസമാണ് എന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. സങ്കീർത്തകൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പോകുകയാണ്. ഈ ആരാധന സ്തുതിഗീതങ്ങൾ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ആരാധനയ്ക്ക് ഒരുക്കമായിട്ട് ഗാനം ആരംഭിച്ചുകൊണ്ട് നമുക്ക് ആരാധന ആരംഭിക്കാം. ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിത്യവും നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 135:5 ഇങ്ങനെ പറയുന്നു: കർത്താവ് വലിയവനാണെന്നും
സകല ദേവന്മാരെക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. കർത്താവ് യേശുവേ, നീയാണ് ഉന്നതൻ എന്ന് ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ആരാധനയ്ക്കായി വരുമ്പോൾ ദൈവമേ, ഞങ്ങളോടൊത്ത് നീ ആയിരിക്കണമേ. ഈ കൂട്ടായ്മയോട് കൂടി ചേർന്നുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുവോ, അവരുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞു തീർക്കുവാൻ വേണ്ടി ഈ ഒരു ദിവസം അങ്ങ് തിരഞ്ഞെടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ അണിപ്പെടാറുന്ന കരങ്ങൾ കൊണ്ട് സ്പർശിക്കണമേ. തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഒരു തമ്പുരാനെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ശിരസ് മുതൽ പാദം വരെ അങ്ങ് സ്പർശിക്കണമേ. പലതരത്തിലുള്ള രോഗങ്ങളും ആകുലതകളും ദുഃഖവുമായി വന്നിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവും ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്രമാത്രം വലുതായി തീർന്ന വസിക്കാനായിട്ട് കൊടുക്കുന്ന ഈശോയുടെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കുട്ടികളുടെ നാവിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയം കരങ്ങൾക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, കർത്താവേ നന്ദി. യേശുവേ സ്തോത്രം. ആരാധനയുടെ വഴികളിൽ എപ്പോഴും ദൈവമേ ഓരോ മക്കളെയും അവർ സൗഖ്യമായിട്ട് കിടക്കുന്ന ആശ്വസിപ്പിക്കുകയാണ്. പുസ്തകം 4-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അടുത്ത് ഏർപ്പെടുന്നു. നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് കാണിച്ചിട്ടുണ്ടോ അതിന്റെ 10 ഇരട്ടി തീഷ്ണമായിട്ട് തിരിച്ചു വരണം ദൈവത്തെ തേടാനായിട്ട്. കെട്ടിപ്പിടിച്ചിരിക്കാൻ ദുഷ്രൂപമുള്ള മടിയിൽ വെച്ച് വായിക്കാൻ കഴിവുള്ള ഹൃദയം കാണിച്ച് ആരാധിക്കാൻ സക്രിയമുള്ള ദേവാലയത്തിനകത്ത് ദൈവസന്നിധിയില് നമ്മളോടൊപ്പമാകാൻ അപ്പമായി തീർന്ന സക്രാരിക്കുന്ന ദിവ്യകാരുടെ നാഥന്റെ മുൻപില് നമുക്ക് 10 ഇരട്ടി തീഷ്ണതയോടെ കൂടി കടന്നു വരാം. അതുകൊണ്ട് ആരോഗ്യ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, അങ്ങനെയാണ് ഞാൻ ആരാധിക്കുന്നത്. നമ്മൾ മറ്റാരെയും ആരാധിക്കേണ്ടത് നമ്മുടെ സ്വസ്ഥനായ പിതാവായ ദൈവം മനുഷ്യനായി നമ്മളോടൊപ്പം ആകാനായിട്ട് അപ്പമായി ദിവ്യകാരന്റെ മകനെ നമ്മൾ ഓരോരുത്തരും ആരാധിക്കേണ്ട മറ്റൊരാളാണ് നമ്മുടെ
അല്ലെങ്കിൽ ദൈവം മനസ്സോട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ആ മനുഷ്യൻ എപ്പോഴും എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്ത് നിന്ന് ആരോ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. നിങ്ങളെ അപ്പോഴും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു യേശുനാഥൻ ദേവാലയത്തിനകത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കും എന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. ഈ എഴുത്തിന്റെ അനുഭൂതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈ ആരാധന നിമിഷം ഉണ്ടാകട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അതിപ്രകാരമായിരുന്നു മനുഷ്യപുത്ര, എന്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ദൈവപിതാവ് നിത്യമായി വസിക്കുന്ന ഇടത്തിന് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ദൈവങ്ങളെ ഈ ഇടത്തിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ ആ കർത്താവായ യേശുവിന് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മൾ ഓരോരുത്തരും പല പല കാര്യങ്ങളുടെ വേദനകളിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നതായിരുന്നു. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഓരോരുത്തരും രോഗികളാണ്, വേദന അനുഭവിക്കുന്നതാണ്, ദുഃഖം അനുഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ നടുവില് ഈശോ എഴുന്നേൽക്കുകയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ആരാധിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും ഈശോയിൽ സമർപ്പിക്കാം. അത് ഈശോ നമ്മളോട് കൂടെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. അതൊന്ന് മാറ്റപ്പെട്ട സൈന്യത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി ധ്യാനിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തെ പറ്റി ധ്യാനിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു കൊടുത്തിയതാണ്. കരുണയുള്ള ദൈവം കരുണയോടുകൂടി തന്നെ നമ്മളെ കരുണയോടുകൂടി പരിപാലിക്കുന്ന ആനന്ദ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് അത് ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വരുന്ന നിമിഷമെല്ലാം ഈശ്വരനായിരിക്കാം. നമ്മൾ എത്രമാത്രം കരുതിയിട്ടുണ്ടോ അതിനൂടെ സന്തോഷിക്കാനായിട്ട് ദൈവം ഇടപെട്ടു. ഈ രോഗിയാണോ ദൈവം ഇങ്ങനെ സുഖപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ തകർച്ചയുടെ വക്കിലാണോ എവിടെയാണ് തകർന്നത് അവിടുന്ന് തന്നെ ഇങ്ങനെ ഉയർത്തുമെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തകർച്ചയുടെ വക്കില് രോഗത്തിന്റെ ഗതിയിൽ പെട്ടുപോയി നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സന്നിധിയായിരിക്കുന്ന യേശുവിനെ നമുക്ക് ഒരിക്കലൂടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഇത് പറഞ്ഞിട്ട് അവൻ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇവിടെ ഉണ്ട്, നിങ്ങൾ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് വന്നു. സ്വകാര്യമായി പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട് എന്ന് വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറയുകയാണ്. ഇതാ ഈ സ്നേഹിക്കുന്ന നിന്നെ അറിയുന്ന ഗുരു ഇതിൻ്റെതായുള്ള നാഥൻ ഇവിടെ ഉണ്ട്, നിന്നെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ വേദനയൊക്കെ നാളത്തെ മഹത്വമാണ് കേട്ടോ. ഇടവഴിയുന്ന കാലങ്ങൾക്കപ്പുറം കരകറിയുന്ന കാലമുണ്ട്. കരയുന്ന കല്ലുകൾക്ക് അപ്പുറം പുഞ്ചിരിക്കുന്ന ഒരു കാലമുണ്ട്. കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ.
നൽകുമെന്നതും ഓർക്കണം. വിശ്വാസമോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവർ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇടപൊഴിയും കാലങ്ങൾക്കപ്പുറം ആരമുണ്ട് നോക്കണം. അതിലൂടുന്ന കണ്ണീരപ്പുറം എന്നതും ഓർക്കണം. സങ്കീർത്തനം 22-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ധ്യാനം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുടിഞ്ഞാൽ അതിന് സമ്മതിക്കുകയില്ല. നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് സന്നിഹിതനായ ദൈവത്തിന് മുന്നിൽ പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിതം ആരംഭിക്കാം. സൂര്യസ്തയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലകുലിയും കാലങ്ങൾക്കപ്പുറം കവിതയും കാലമുണ്ട് ഓർക്കണം. കവിയൂടുന്ന കണ്ണീരപ്പുറം ചിരിയുണ്ടെന്നതും ഓർക്കണം. സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, ജനമേ എന്നും അവിടുത്തെ മുന്നിൽ വിനോദത്തെയും തോർക്കുകയും അവിടുന്നാണ് ഇന്നത്തെ സന്നിധി. നമ്മുടെ ഹൃദയത്തെ തുറക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു അവിടുത്തെ മാത്രം ശരണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് സൗഖ്യമുണ്ട് നോക്കണം. കൈപ്പാണവേദനകൾക്കപ്പുറം സൗഖ്യമുണ്ട് നോക്കണം. പരിപൂർണ്ണം തിരമാലയ്ക്കപ്പുറം സൂര്യപ്രഭയുണ്ടെന്നോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവർ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കലിയും കാലമുണ്ട് ഓർക്കണം. കവിയൂടുന്ന കണ്ണീരപ്പുറം ചിരിയുണ്ടെന്നതും ഓർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവർ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. കാലങ്ങൾക്കപ്പുറം കാലമുണ്ട് നോക്കണം. കവിയൂടുന്ന കണ്ണീരപ്പുറം ചിരിയുണ്ടെന്നതും ഓർക്കണം.
ദിവ്യകാരുണ്യ നാടിന്റെ മുമ്പില് നമ്മൾ ഓരോരുത്തരുമായിരിക്കുകയായിരുന്നു. നമ്മുടെ വേദനകളെല്ലാം മനോഹരമായി സന്തോഷമാക്കി മാറ്റുന്ന അതിന്റെ സ്നേഹത്തിന്റെ മുമ്പില് നമ്മൾ ഒരുമിച്ചായിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളൊക്കെ കഴിഞ്ഞുപോയി നമ്മുടെ ഈശോയെ സ്തുതിക്കുന്നവരായിട്ട് മാറുവാൻ, നമ്മുടെ പരാതികളൊക്കെ പറയുന്നത് നിർത്തിയിട്ട് നന്ദി പറയുന്ന വ്യക്തികളാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 59:9 പറയുന്നു, എന്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. ഈ ദൈവത്തിന്റെ മുമ്പില് ദൈവമല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയമില്ല. അങ്ങ് മാത്രമാണ് എന്റെ കോട്ട എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. ആ ഒരു കോട്ടയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിയമവർത്തനം 31:26 പറയുന്നു, എന്റെ ദൈവത്തെ പോലെ ആരുമില്ല. ഈ ഭൂമിയില് എന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല എന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ആരെയെല്ലാം കണ്ടിട്ടുണ്ടോ അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് എളിമയുടെ നിറകുടമായ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എന്റെ പൊന്നു തമ്പുരാന്റെ മുമ്പില് നമ്മൾ ഓരോരുത്തരും നന്ദി വരുന്ന ഹൃദയത്തോടെ നിൽക്കുക. ാവിന്റെ പുസ്തകം 3-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ നിന്നാണ് നമ്മുടെ ദൈവം. അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. കാരണം ദൈവം അവിടെ നിന്ന് മാത്രമാണ്. അവിടത്തേക്ക് തുലനം ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. ആ ഒരു സന്ദർഭത്തില് എല്ലാമായ എന്റെ ദൈവത്തോട് എനിക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്ന ഒരു കാലയളവിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം. ഈ ആരാധനയുടെ നിമിഷത്തിലെല്ലാം ഈശോയെ ഞാൻ നീ സ്തുതിക്കുമെന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ അയക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയൊരു ആനന്ദം നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നമ്മൾ ജീവിച്ച സാധ്യതകളില്ല സമാധാനമോ സമൃദ്ധിയോ ആനന്ദമോ ക്ഷമയോ ദയയോ നന്മയോ വിശ്വസ്തതയോ നമുക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റിയതല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഫലങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന വലിയ പുണ്യങ്ങളാണ്. ആ പുണ്യത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവാശ്രയം ഓരോരുത്തർ വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ആശ്രയിക്കാം. ദിവ്യകാരുണ്യ നാഥൻ സ്വയം ശൂന്യനായി നമ്മുടെ ഇടയിൽ വസിക്കാനായിട്ട് ഏറ്റവും ചെറുതായി തീർന്നത് പോലെ നമുക്ക് ഏറ്റവും ചെറിയവരായി തീരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കരുതുന്നുണ്ടോ അതെല്ലാം ദൈവത്തിന് ദഹനമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ സ്വർഗീയ നാഥനെ നമുക്ക് ഇനി കൈകൾ പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഈ സമൂഹത്തിന്റെ മേലങ്ങൾ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. വിശദീകരിക്കുന്നതിനാകാം യേശുവേ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം കർത്താവേ നന്ദി. യേശുവേ സ്തോത്രം കർത്താവേ നന്ദി. യേശുവേ സ്തോത്രം കർത്താവേ നന്ദി. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.